ഷിജ രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിച്ചു. ഏതായാലും അവിടെ തടഞ്ഞില്ല, പോലീസും തടഞ്ഞില്ല, ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും തടഞ്ഞിട്ടില്ല. സിൻഡിക്കേറ്റിന്റെ നിയമം തന്നെയാണ് നടപ്പിലാകുന്നത്, ഹൈക്കോടതി ഉത്തരവ് തന്നെയാണ് നടപ്പിലാകുന്നത്. തീർച്ചയായും സിജു, ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നത്. അദ്ദേഹം നിലവിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ അല്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്നുള്ളൊരു വിലക്കാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ രാവിലെ അദ്ദേഹം ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയണം, അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം VC നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ അത്തരത്തിലൊരു തീരുമാനം, അത്തരത്തിലൊരു നിർദ്ദേശം താഴേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയൊരു പശ്ചാത്തലത്തിൽ സിൻഡിക്കേറ്റ് അടക്കം കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇപ്പോഴേതായാലും കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇതിലെ കൂടി അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. ഇപ്പോൾ ചേംബറിനുള്ളിൽ അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹവും വ്യക്തമാക്കിയ കാര്യം അതാണ്. അതായത് താൻ കോടതിയുടെ കൃത്യമായിട്ടുള്ള നിയമപ്രകാരമാണ് താൻ ഈ ചുമതലയിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം താൻ മുന്നോട്ട് പോകും. കോടതി പോലും തൻ്റെ നിയമനത്തെ അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് KS അനിൽകുമാർ, അദ്ദേഹം രജിസ്ട്രാർ ഇവിടെ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയൊരു പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോഴേതായാലും സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് രീതിയിലാകും നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടിയാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും നിലവിൽ VC നൽകിയിട്ടുണ്ടായിരുന്ന നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ കേരള സർവകലാശാലയിൽ ആരും തടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ, അത്തരത്തിലൊരു തടയലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു തീരുമാനം VC നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജു.